ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ മുമ്പിട്ടിരുന്ന ഒരു വീഡിയോ ഉണ്ട്, ഒരു 5 മാസം മുമ്പാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ആ വീഡിയോ 10K വ്യൂസ് കയറിയിട്ടുണ്ട്. അപ്പൊ അതിൽ വന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസിനും ഞാൻ കമന്റിൽ പോയിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ ഇനിയും വന്നുകൊണ്ടിരിക്കുന്ന കുറെ കമന്റ്സ് ഉണ്ട്. അപ്പൊ അതിനെല്ലാം കൂടെ ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോയുടെ കുറെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, മേരി ജോക്കി എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനെ കുറിച്ചാണ്. ഞാനത് പർച്ചേസ് ചെയ്തത് മീഷോന്നാണ്. അപ്പം മീഷോന്ന് എനിക്ക് വളരെ തുച്ഛമായ വിലയ്ക്കാണ് ഞാനത് വാങ്ങിച്ചത്. പക്ഷെ അതിന്റെ ഒരു ഫിനിഷിങ്, അതിന്റെ ഒരു ടെക്സ്ചർ, അതൊക്കെ ഭയങ്കര നല്ലതാണ്. ഇപ്പം നമുക്ക് എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ ഇട്ട് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരനായ അല്ലെങ്കിൽ സാധാരണക്കാരിയായ ഒരാൾക്ക് സാധാരണക്കാരൻ ഒരിക്കലും ഫൗണ്ടേഷൻ ഇടില്ലല്ലോ. അപ്പൊ സാധാരണക്കാരിയായ ഒരാൾക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് മേരി ജോക്കി. അപ്പൊ ഇതിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, ചേച്ചി വാങ്ങിയ ഷെയ്ഡ് പറയോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എടാ, ഇതില് ഇതാണ് ഫൗണ്ടേഷൻ. മേരി ജോക്കി എന്ന് പറഞ്ഞിട്ടാണ് ഉള്ള HD ഫിനിഷ്ഡ് ഫൗണ്ടേഷൻ, ഓയിൽ ഫ്രീ, ഫുൾ കവറേജ്, നെറ്റ് വെയിറ്റ് 45 ml എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഷെയ്ഡ് നമ്പർ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്നത് 203 203 എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെയാണ്, 203 അപ്പൊ എനിക്ക് തോന്നുന്നു ഷെയ്ഡിന്റെ നമ്പർ ആയിരിക്കാം അത്. അപ്പം ഇതാണ് സംഭവം, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ലിങ്ക് അയക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് പക്ഷെ പലരും എന്റെ നേരിട്ട് അറിയാവുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവര് ഇതുപോലെ മീഷോ ഒന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കിയിട്ട് അത് സോൾഡ് ഔട്ട് ആയി, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, അങ്ങനെ കുറെ വിഷയങ്ങൾ ഉണ്ടായി. അപ്പം പിന്നെ ഞാൻ മീഷോന്നാണല്ലോ ഞാൻ വാങ്ങിച്ചത്. ഇതെന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. എന്നിരുന്നാലും ഞാൻ എന്ത് ചെയ്തു, ഇത് പുറമെ എവിടെയെങ്കിലും ഒക്കെ കിട്ടുമോന്ന് അന്വേഷിച്ചു. ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എവിടുന്നാ കിട്ടുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ആവശ്യക്കാരുള്ള സ്ഥിതിക്ക് എന്നെ പോലുള്ള സാധാരണക്കാരായിരിക്കുമല്ലോ. അപ്പൊ അത് കാരണം എനിക്ക് ഇത് സജസ്റ്റ് ചെയ്ത എന്റെ ഫ്രണ്ട് ഉണ്ട്, അവളോട് ചോദിച്ചപ്പോ പറഞ്ഞത് എറണാകുളം മിഡാസ് എന്ന് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവരും മിഡാസിൽ ഓടിപ്പോയിട്ട് വാങ്ങിച്ചോളൂ, ഇത് അവിടെ ഉണ്ട് എന്നാണ് എന്റെ ഒരു അറിവ്. എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള ഒരു അറിവാണ് എനിക്ക്. അപ്പം അത് അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ താങ്ക് യു പറഞ്ഞിട്ടാണ്, യൂസ്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോ, താങ്ക് യു. പിന്നെ യൂസ്ഫുൾ അത് തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഈ മേക്കപ്പ് ലുക്കിന്റെ വീഡിയോ ചെയ്യാവോ? അത് എന്റെ വീഡിയോ അത് ഫുള്ള് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അത് ആ വീഡിയോയിൽ ഞാൻ മുഴുവനായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഞാനൊരു ഏതൊരു ഫംഗ്ഷന് പോകുന്ന സമയത്താണ് ഞാൻ ആ വീഡിയോ എടുത്തിരുന്നത്. അതിന് ഞാൻ ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് വരെ എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത് ആ എല്ലാ സംഭവങ്ങളും ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കാണൂ. യൂസ്ഫുൾ വീഡിയോ, ഗുഡ് ഇൻഫർമേഷൻ, ഗുഡ് വീഡിയോ, നൈസ്. ചേച്ചി മീഷോയിൽ ഇത് കാണിക്കുന്നില്ലല്ലോ, ലിങ്ക് സെൻഡ് ചെയ്യാവോ പ്ലീസ്? അതാണ് പറഞ്ഞത്, മീഷോയിൽ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. അപ്പം നിങ്ങൾക്ക് എറണാകുളം അവിടെ മിഡാസ് ഒക്കെ അടുത്താണെന്നുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കാം. അതല്ലെങ്കിൽ വല്ല ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്ന കുട്ടികള് അങ്ങനെയൊക്കെയുള്ള അവരുണ്ടാവുമല്ലോ, അവരൊക്കെ മിക്കവാറും എന്തെങ്കിലും സാധനങ്ങൾ, അതായത് ഇതുപോലുള്ള ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക്, പിന്നെന്താ ഫൗണ്ടേഷൻ, പിന്നെ കോമ്പാക്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നവരുണ്ടാവും. അപ്പൊ പോണ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് അന്വേഷിക്കൂ, അവിടെ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് കോമ്പാക്ട് വേണോ? അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെറ്റിംഗ് പൗഡറും കൂടെ യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചിങ്ങനെ ക്രീമി പോലെ ഇരിക്കുന്നത് കൊണ്ട് ചെറിയൊരു ഗ്ലേസിങ്ങും ഉണ്ട് ഇതിന്. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു സെറ്റിംഗ് പൗഡർ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, ഇത് യൂസ് ചെയ്തതിന് ശേഷം.
എന്തായാലും ഫൗണ്ടേഷൻ ഷെയ്ഡ് എല്ലാ ടോൺകാർക്കും ചെയ്യണമെന്നില്ലല്ലോ. DIF ഷെയ്ഡ് കിട്ടില്ലേ, അത് നോക്കി വാങ്ങുന്നതാവും ബെറ്റർ. അപ്പൊ ഞാൻ ഷെയ്ഡിന്റെ നമ്പർ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. 203 ഷെയ്ഡ് നമ്പർ. അത് ഷെയ്ഡ് നമ്പർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാണ്ട് ഷെയ്ഡിന്റെ പേരും സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ ആ ഒരു എന്റെ ഷെയ്ഡാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഭയങ്കര വെളുത്ത ആളല്ല. ഇതിൽ കാണുന്ന ഞാൻ ഫിൽറ്റർ ഒന്നും ഇടാണ്ട് ഉള്ള എന്റെ ഇപ്പോഴത്തെ ഫേസ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഞാൻ, എന്റെ കളറും ഇത് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ കളർ ആണെന്നുണ്ടെങ്കിൽ ഈ ഷെയ്ഡ് ചേരാൻ സാധ്യതയുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡസ്കി സ്കിന്നിന് പറ്റുമോ എന്നുള്ളതാണ്. ഡസ്കി സ്കിന്നിന് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് സജസ്റ്റ് ചെയ്ത ഫ്രണ്ട് എന്നെക്കാളും കുറച്ചും കൂടെ ഒരു ഷെയ്ഡ് ഒന്നോ രണ്ടോ ഷെയ്ഡ് കുറവുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു അവള് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ എനിക്ക് അത് തന്നത്. അവള് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ തന്നത്. ഇതിന്റെ നെയിം എന്താ? നെയിം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മേരി ജോക്കി എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ആണ്. ആരോ ഒരാൾ വാങ്ങി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആൾക്ക് കിട്ടിയിട്ടുണ്ട് എവിടെന്നെങ്കിലും. ഒന്നല്ലെങ്കിൽ മീഷോന്നായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും. ഇത് ഏത് ആപ്പിൽ നിന്നാ എടുത്തത്? മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ചേച്ചി. അതിന്റെ ലിങ്ക് ഇട്ട് തരുമോ പ്ലീസ്? ബിജി രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. അപ്പൊ നിങ്ങൾ ഇതുപോലെ എറണാകുളത്ത് അങ്ങനെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് അന്വേഷിക്കൂ, കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആള് എന്ന് വെച്ചാൽ അവള് ബ്യൂട്ടീഷ്യൻ ആണ്. അപ്പൊ അവിടെ സംഭവങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോ, പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ പോകുമ്പോ കണ്ടിട്ടുണ്ടാവും. അവിടെ എല്ലാ സ്കിന്നിനും പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതില് ഇതിനെ കുറിച്ചുള്ള യാതൊരു ഡീറ്റെയിൽസും ഇട്ടിട്ടില്ല. എന്റെ സ്കിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എന്റെ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് യൂസ് ചെയ്താൽ നന്നായിരിക്കും. ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡാർക്ക് ആകുമോ? പ്ലീസ് റിപ്ലൈ. ഇതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഡാർക്ക് ആവില്ല. കാരണം ഞാൻ ഇതിട്ട് രാവിലെ ഒരിക്കലിട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഈ ഫ്രണ്ട് എനിക്ക് ഇട്ട് തന്നതാണ് ബ്യൂട്ടി പാർലറിൽ പോയപ്പോ. അത് യൂസ് ചെയ്തിട്ട് ഞാനൊരു 5 മണി തുടങ്ങിയിട്ട് ഒരു 12 മണി വരെ നിന്നു. കാരണം ഞങ്ങൾക്ക് അന്ന് ആനുവൽ ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അന്നാണ് ഞാൻ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അതുവരെ നല്ല ഫ്രഷ് ആയിട്ട് ഫേസ് ഇടുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കല്യാണം അങ്ങനെയുള്ള പാർട്ടീസ് ഒന്നും അധികം ഉണ്ടാവാറില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ പാർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പോയി വന്നാലും ഞാനത് വാഷ് ചെയ്ത് കളയും. അപ്പോ എന്തായാലും ഒരു 6-7 മണിക്കൂർ എന്തായാലും നമ്മളെ ഫേസിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. അതുകൊണ്ടാണ് എനിക്ക് നല്ലത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ആവശ്യമുള്ളവർ ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി വാങ്ങിക്കൂ. മീഷോയില് ഇനി കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ തീർത്ത് പറയില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് കിട്ടിയാലോ. അതല്ലെങ്കിൽ ഈ എറണാകുളത്ത് പോകുമ്പോൾ മെഡാസിലൊന്ന് അന്വേഷിച്ചേക്കും. പിന്നെ ഞാൻ കൂടുതലും കുറെ പേര് ഒട്ടുമിക്ക ചെറിയ ചെറിയ വീഡിയോസിന് താഴെ വന്ന് കമന്റ് പറയാറുണ്ട്. ഇപ്പൊ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ, ലോങ് വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ, പ്രൊഡക്റ്റിന്റെ റിവ്യൂ ഒന്നും ചെയ്ത് കാണാനില്ലല്ലോ എന്ന്. അത് ചെയ്യാത്തതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 1-2 പ്രൊഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് അത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് എനിക്ക് യൂസ് ചെയ്തൊരു 1-1.5 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല, നല്ലതാണ്, റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അതുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റുള്ളൂ. മുമ്പ് ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലിപ് ബാമിന്റെ നല്ല അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അത്രയും നല്ല ഒരു ടെക്സ്ചറുള്ള ഒരു ലിപ് ബാം. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലിപ്പിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ സംഭവങ്ങൾ, ലിപ്പിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രോബ്ലംസും, എനിക്ക് ഉണ്ടായിരുന്ന പ്രോബ്ലംസ് ഒക്കെ ഒരുവിധം സോൾവ് ആയത് ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്തതിന് ശേഷമാണ്. അപ്പൊ ലിപ് ബാമിന്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, ലോങ് വീഡിയോസ് ഒന്നായിട്ട് ഇട്ടിട്ടില്ല. ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഷോർട്സ് കാണുന്നുണ്ടെങ്കിൽ പോയി കാണും. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും.
അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആയി എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.